റിവർ ബോട്ട് പ്രോബ്ലം അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം. ഇതിൻ്റെ പേരാണ് റൗണ്ട് ട്രിപ്പ്. ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റിൽ വാട്ടറാണ് തന്നിരിക്കുന്നത്. സ്റ്റിൽ വാട്ടർ ഒരു ഡാമിലെയോ ഒക്കെ ഒരു റിസർവോയറിലെ വാട്ടറാണ് സ്റ്റിൽ വാട്ടർ. അവിടെ ഒരു ബോട്ട് കാണുന്നുണ്ട്. ഈ ബോട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു. ഈ സ്റ്റിൽ വാട്ടറിൽ മൊത്തം ഇത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് LR ആണെന്ന് വിചാരിക്കുക. ലെങ്ത് ഓഫ് ദ റിവർ എന്നുള്ള അർത്ഥത്തിലാണ് LR എന്ന് എടുക്കുന്നത്. നമ്മളിത് സ്റ്റിൽ വാട്ടർ ആണെന്ന് പറഞ്ഞു. ഈ ബോട്ടിന് LR ഡിസ്റ്റൻസ് 8 കിലോമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കും. 8 കിലോമീറ്റേഴ്സ്. അങ്ങനെ ഇവൻ 8 കിലോമീറ്റേഴ്സ് ട്രാവൽ ചെയ്ത് തിരിച്ചെത്താൻ ഒരു റൗണ്ട് ട്രിപ്പിന് എടുക്കുന്ന ടൈം 2 hours ആണെങ്കിൽ ഈ ബോട്ടിൻ്റെ സ്പീഡ് എത്രയായിരിക്കും? റൗണ്ട് ട്രിപ്പിനെടുത്ത ഡിസ്റ്റൻസ്, റൗണ്ട് ട്രിപ്പിനെടുത്ത ടൈം 2 hours ആണെങ്കിൽ ഈ ബോട്ടിൻ്റെ സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്? 8 + 8 അല്ലേ, 16. ടോട്ടൽ ടൈം ടേക്കൺ ഈസ് 2 hours. സോ 16/2 8 km/h. ഇത് മനസ്സിലാവണം ആദ്യം. സ്റ്റിൽ വാട്ടറിൽ ഇതിൻ്റെ സ്പീഡ് 8 km/h ആണ്. ദാറ്റ് സ്പീഡ് ഈസ് ടേക്കൺ ആസ് VB, വെലോസിറ്റി ഓഫ് ബോട്ട് ഓർ സ്പീഡ് ഓഫ് ബോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. റിവർ ബോട്ട് പ്രോബ്ലത്തിൽ ഞാൻ നേരത്തെ നമ്മൾ വരച്ചിരുന്ന ആ ബോട്ട് ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നു. ഇതാണ് ആ ബോട്ട്. Okay. Boat is moving towards this direction. ഏത് ഡയറക്ഷൻ? ഇതാണ് ഡയറക്ഷൻ. വെക്ടർ കൊടുത്തിട്ടുണ്ട്. റിവർ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. This distance is taken as LR, length of the river. റിവർ ഫ്ലോ ഒക്കെ ഉണ്ട്. നമുക്ക് റിവർ ഫ്ലോയിൻ്റെ ഡയറക്ഷനൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. വെസ്റ്റ് ടു ഈസ്റ്റ്. ഇതൊരു ജനറൽ ഐഡിയയ്ക്ക് വേണ്ടി ഈ വെസ്റ്റ് ടു ഈസ്റ്റ് പറയും. സാറേ എപ്പോഴും വെസ്റ്റ് ടു ഈസ്റ്റ് ഒഴിവുള്ളൂ എന്ന് ചോദിക്കരുത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ വരുന്നതായതുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു. വെസ്റ്റ് ടു ഈസ്റ്റ് വരുന്ന റിവർ, ബോട്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടോ. അപ്പോൾ ഇവിടെ റൗണ്ട് ട്രിപ്പിൽ കോമൺ ആയിട്ട് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, റിവർ ഫ്ലോയിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ സ്റ്റിൽ വാട്ടറിലേത് പോലെ അല്ല അല്ലേ. വാട്ടറിൻ്റെ റെസിസ്റ്റൻസ് ബോട്ടിൽ അനുഭവപ്പെടും. ഇതേ ഡിസ്റ്റൻസ് നമ്മൾ പറയുകയാണ്. മുമ്പേ സ്റ്റിൽ വാട്ടറിലായപ്പോൾ 8 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് തിരിച്ചു വരുന്നതിന് 2 hours എടുത്ത അതേ ബോട്ട്, അതേ സ്പീഡുള്ള സെയിം എൻജിനുള്ള ബോട്ട് നമ്മൾ ഈ റിവർ ഫ്ലോ തന്നിരിക്കുകയാണ്. റിവർ ഈസ് ഫ്ലോയിങ് വിത്ത് വെലോസിറ്റി 4 km/h സ്പീഡാണ് റിവറിനുള്ളതെന്ന് വിചാരിക്കൂ. എങ്കിൽ 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഈ റിവർ ഫ്ലോയിൻ്റെ എഗനിസ്റ്റായിട്ട് ട്രാവൽ ചെയ്തു. ദെൻ ഇത് തിരിച്ച് റിവറിൻ്റെ സെയിം ഡയറക്ഷനിൽ ഒരു റൗണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നു. എങ്കിൽ എടുക്കുന്ന ടൈം എത്രയായിരിക്കും? 8 കിലോമീറ്റേഴ്സ് തന്നെ. സ്റ്റിൽ വാട്ടറിൽ പോയ സെയിം ഡിസ്റ്റൻസ് 8 കിലോമീറ്റേഴ്സ് പോയി, അപ്സ്ട്രീമിൽ പോയി 8 കിലോമീറ്റേഴ്സ് ഡൗൺ സ്ട്രീമിൽ തിരിച്ചു വന്നു. എങ്കിൽ അതിനെടുക്കുന്ന ടൈം എത്രയായിരിക്കും? ഈ 2 hours കൂടുതലായിരിക്കുമോ കുറവായിരിക്കുമോ എന്ന് ആദ്യം ആൻസർ ചെയ്യണം. കൂടുതലായിരിക്കുമെങ്കിൽ എന്തുകൊണ്ട്, കുറവായിരിക്കുമെങ്കിൽ എന്തുകൊണ്ട്, അല്ലേ? ഈ കാര്യങ്ങളാണ് നമ്മളിത് പഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. എന്തായാലും കോമൺ ആയിട്ടൊരു ഐഡിയ നമുക്ക് വരും. 2 hours കൂടുതലായിരിക്കും അല്ലേ? അല്ല, ചിലർ ചിന്തിക്കുന്നത് സാർ ഇത് മുകളിലോട്ട് പോകുമ്പോൾ റിവറിന് എഗനിസ്റ്റ് ആയിട്ടാണെങ്കിലും തിരിച്ചു വരുമ്പോൾ റിവർ സ്പീഡും കൂടെ കിട്ടി വളരെ വേഗം ഇങ്ങ് വരില്ലേ? അത് ഫിസിക്സിന് എഗനിസ്റ്റ് ആണ് നമ്മൾ ചിന്തിക്കുന്നത്. പലപ്പോഴും ഈ സയൻസ് പറയുന്നതിന് എഗനിസ്റ്റായിട്ട് നമ്മുടെ ബ്രെയിൻ ചില തീരുമാനങ്ങൾ എടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. 2 hours കൂടുതൽ വേണ്ടി വരും. കാരണം സ്റ്റിൽ വാട്ടറിലേതുപോലെയല്ല, അപ്സ്ട്രീമിൽ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പീഡ് വളരെയധികം കുറയും. നമുക്കൊന്ന് നോക്കാം. അപ്സ്ട്രീമിനും ഡൗൺ സ്ട്രീമിനും വേണ്ട ടൈം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് ടോട്ടൽ ടൈം എടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ
time taken to travel in the upstream is taken as T up, which is distance traveled by, ഞാൻ അങ്ങനെ എഴുതുന്നില്ല, ഡിസ്റ്റൻസ് ട്രാവൽ, ദാറ്റ് ഈസ് LR അല്ലേ. ഒരു ഡയറക്ഷനിൽ റിവറിൻ്റെ ലെങ്ത് ആണ് ഇത്, ക്രോസ് ചെയ്യല്ല, പകരം ലെങ്തിനനുസരിച്ചാണ്. LR ഡിസ്റ്റൻസ് ട്രാവൽ ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഏത് വെലോസിറ്റി എടുക്കണം? ബോട്ടിനൊരു സർട്ടൺ സ്പീഡുണ്ട്, റിവറിന് ഒരു സ്പീഡുണ്ട്. അപ്പോൾ ഏതാണ് വെലോസിറ്റി ആയിട്ട് എടുക്കേണ്ടത്? ഇതിൻ്റെ സെക്ഷൻ്റെ പേര് റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻ എന്നാണ് അല്ലേ. റിലേറ്റീവ് വെലോസിറ്റി ഇൻ 2 ഡയമെൻഷൻ എടുക്കുമ്പോൾ എന്ത് വേണം? ഓപ്പോസിറ്റ് ഡയറക്ഷൻസിൽ 2 ഓബ്ജക്ട്സ് മൂവ് ചെയ്താൽ എങ്ങനെ റിലേറ്റീവ് വെലോസിറ്റി എടുക്കും? VAB is equal to VA minus VB or VBA is equal to VB minus VA. അതിൻ്റെ വെക്റ്റർ റിസൾട്ടൻ്റ് എടുക്കണം. ഇവിടെ നമുക്ക് ബോട്ട് VB മൈനസ് VR റിവർ സ്പീഡ്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ചില ചോദിക്കും, സാർ VR മൈനസ് VB എന്തുകൊണ്ട് എടുത്തില്ല? എനിക്കൊരു ഭയങ്കര സംശയം. വേറൊന്നും കൊണ്ടല്ല, ഈ റിവർ സ്പീഡ് കൂടുതലാണെങ്കിലല്ലേ VR മൈനസ് VB എന്ന് എടുക്കാൻ പറ്റൂ. റിവർ സ്പീഡ് കൂടുതലായിരിക്കുന്ന സ്ഥലത്ത് അതിലും കുറഞ്ഞ സ്പീഡുള്ള ഒരു ബോട്ടിന് അപ്സ്ട്രീമിൽ പോകാൻ പറ്റുമോ? ഇല്ല, ബോട്ടും കൂടെ റിവറിനോടൊപ്പം ഒഴുകിപ്പോവും. അണ്ടർസ്റ്റുഡ്? ആ കോൺസെപ്റ്റ് അവിടെയുണ്ട്. അതുകൊണ്ടാണ് VB മൈനസ് VR. സിൻസ് VB ഗ്രേറ്റർ ദാൻ VR, സച്ച് എ ബോട്ട് ക്യാൻ സ്വിം ഓർ മൂവ് അപ്സ്ട്രീം. ഇതാണ് T up. Then what will be T downward? So time taken to move in the downstream is equal to same length LR. മാറുന്നില്ല. ബോട്ടിൻ്റെ സ്പീഡും റിവറിൻ്റെ സ്പീഡും കൂടി ആഡ് ചെയ്യും. സോ VB plus VR. So the total time taken is total time for എന്തിനുള്ളത്? റൗണ്ട് ട്രിപ്പ്. ക്വസ്റ്റ്യനിൽ ഈ റൗണ്ട് ട്രിപ്പ് എന്നുള്ള ടേംസ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് എഴുതുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു T up plus T down. What is T up? T up is equal to LR by VB minus VR plus LR by VB plus VR. Taking LR common, LR into VB plus VR. ഇവിടെ വരും VB plus VR plus VB minus VR divided by VB square minus VR square. അല്ലേ? A plus B into A minus B is A square minus B square. So this VR cancels. VB plus VB 2VB. So 2LR VB. 2VB യുടെ 2 ആണ് ആദ്യം എഴുതിയെന്നേ ഉള്ളൂ. Divided by VB square minus VR square. This is the total time T. Total time taken for a round trip is 2LR VB divided by VB square minus VR square.